ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ രാധിക മ്യൂസിക് സ്കൂളിലേക്ക് പോകുന്ന വഴി രാധികയെ കാണുവാനായി ഐശ്വര്യയും സോനയും കൂടി എത്തണം. കാറിൽ നിന്ന് അപ്രതീക്ഷിതമായി വന്ന രാധികയ്ക്ക് മുന്നിലേക്ക് എത്തിയ ഐശ്വര്യയെ കണ്ട് രാധിക ഞെട്ടി നിൽക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, മോള് എൻ്റെ കൂടി ഒന്ന് വരണം. മോൾക്ക് വേണ്ടി ഒരു വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്നിച്ചു വേണം അത് ചെയ്യാൻ എന്ന് പറഞ്ഞു. രാധിക മനസ്സോടെ ഐശ്വര്യയോടൊപ്പം പോകാൻ തയ്യാറാകുന്നു. ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസാദവുമായിട്ട് നേരെ രാധികയും വിളിച്ചുകൊണ്ട് നേരെ മ്യൂസിക് സ്കൂളിന് അരികിലേക്ക് എത്തുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, എന്തായാലും മോൾ എൻ്റെ ഒപ്പം വന്നല്ലോ, അത് മതി, അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് രാധികയോട് വലിയ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നു. ഒടുവിൽ രാധിക ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ രാധികയുടെ മനസ്സിൽ താൻ അവളുടെ അമ്മയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഐശ്വര്യ ഉറപ്പിച്ചു. എന്തായാലും ഈ ഒരു തോന്നൽ, അവളുടെ ഈ ഒരു വിശ്വാസം അത് തകരുന്നതിന് മുൻപ് തന്നെ അവളുടെ കൈ കൊണ്ട് തന്നെ എല്ലാ സ്വത്തുക്കളും എനിക്ക് എഴുതി വാങ്ങിക്കണം. അതിനുശേഷം അവൾ അവളുടെ സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ ഐശ്വര്യ തൻ്റെ സ്വത്തുക്കൾ, തനിക്ക് രാധികയിൽ നിന്ന് നേടിയെടുക്കേണ്ട സ്വത്തുക്കളൊക്കെ അത് എല്ലാം ഉടൻ തന്നെ അതിൻ്റെ പേപ്പേഴ്സ് റെഡിയാക്കണമെന്ന് മാലതിയോട് ഒരിക്കൽ കൂടി ഐശ്വര്യ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് രാധിക നേരെ മ്യൂസിക് സ്കൂളിലേക്ക് എത്തി. ഈ സമയം രാധികയോട് ഇനിയും സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ തനിക്കാവില്ല എന്നും ഞാൻ അവളുടെ അമ്മയാണെന്നുള്ള സത്യം തുറന്നു പറയാൻ പോവുകയാണെന്ന് ശ്യാമ അമൃതേടത്തിയോട് അറിയിക്കുമ്പോൾ അമൃതേടത്തി ചോദിച്ചു, രാധിക മോള് ആ സത്യം കേട്ട് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നറിയില്ലല്ലോ, മോളുടെ പ്രതികരണം എങ്ങനെയാകും എന്ന് ആശങ്കപ്പെടുമ്പോൾ ഇനി മോൾ ഒരിക്കലും തന്നെ കാണാൻ വരാതെ ഇവിടുന്ന് പോകുമോ എന്ന ആശങ്ക കൊണ്ട് ശ്യാമ തൽക്കാലം ആ സത്യം പറയണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നീട് മ്യൂസിക് സ്കൂളിൽ പർദ്ദയണിഞ്ഞ് തന്നെ അങ്ങനെ ശ്യാമ ഇരിക്കുമ്പോൾ രാധിക അവിടേക്ക് എത്തി. വിഷമത്തോടെ രാധിക മുന്നിലേക്ക് വന്ന് ശ്യാമയോട് ചോദിച്ചു, ഫിദാമാമിന് എൻ്റെ അമ്മയെ അറിയാവോ? ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. അത് കേട്ടതും ഞെട്ടലോടെ ശ്യാമ രാധികയെ നോക്കുന്നു. ഐശ്വര്യയെ കണ്ട വിവരം ശ്യാമയോട് പറയുമ്പോൾ തന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ തന്റെ സ്ഥാനത്ത് തന്റെ മോളെ മുതലെടുക്കാനായിട്ട് ആരോ വന്നെത്തിയിട്ടുണ്ടെന്നും അത് യഥാർത്ഥത്തിൽ ഇനി ഐശ്വര്യടുത്ത് തന്നെ ആയിരിക്കുമോ എന്നും ശ്യാമയുടെ മനസ്സ് ആശങ്കപ്പെടുന്നു.